Hello dears, welcome to the class. Today we are going to discuss about second unit walk and walk. നടന്ന് നടന്ന് നടന്നങ്ങനെ. Okay, let's start our class. How beautiful. Let's go for a walk. കിട്ടു. ഹായ് നല്ല ഭംഗി. നമുക്കൊന്ന് ചുറ്റാൻ പോയാലോ? ഓക്കെ മിന്നു. ഒരു ഡിയറും അതുപോലെ തന്നെ ഒരു റാബിറ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അല്ലേ? നല്ല ഭംഗിയുണ്ട്, നമുക്കൊന്ന് ചുറ്റാൻ പോയാലോ എന്നാണ് ചോദിക്കുന്നത്. ഡിയറിൻ്റെ പേരാണ് മിന്നു, റാബിറ്റിൻ്റെ പേര് കിട്ടു. ഈ പിക്ചറിൽ വേറെ എന്തൊക്കെയുണ്ട്? കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, കണ്ടില്ലേ? പിന്നെ അതുപോലെ ബട്ടർഫ്ലൈസും ഉണ്ട്. വാട്ട് ഓൾ തിങ്സ് ഡു വി സീ ഇൻ ദ പിക്ചർ? നമ്മൾ എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഹൗ മെനി ബട്ടർഫ്ലൈസ്? എത്ര പൂമ്പാറ്റകളെയാണ് കാണുന്നത്? ഹൗ മെനി ഫ്ലവേഴ്സ്? എത്ര ഫ്ലവേഴ്സ് ആണ് കാണുന്നത്? ആ പിക്ചറിൽ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ, എത്ര ബട്ടർഫ്ലൈസ് ആണുള്ളത്? 1 2 3. 3 ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകളാണ് ആ പിക്ചറിലുള്ളത്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് എത്രയാണുള്ളത്? 1 2 3 4 5. 5 ഫ്ലവേഴ്സാണ് ഉള്ളത്. 3 of the flowers seem happier. Can you guess why? 3 പൂക്കൾ വളരെ സന്തോഷത്തിലാണ് അതിൽ കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടായിരിക്കും ഈ പൂക്കൾ ഇത്ര സന്തോഷത്തിലുള്ളത്? അവരുടെ അടുത്ത് ബട്ടർഫ്ലൈ ഉള്ളത് കൊണ്ടായിരിക്കുമോ? മിന്നു ആൻഡ് കിറ്റു സ്റ്റാർട്ടഡ് വാക്കിംഗ് ത്രൂ ദ വുഡ്സ്. അങ്ങനെ രണ്ടുപേരും, മിന്നുവും കിട്ടുവും, കാട്ടിലൂടെ നടന്നു തുടങ്ങി. ഹേ, ഹിയർ ഈസ് എ ബാഗ്. ലെറ്റ് സീ വാട്ട് ഈസ് ഇൻ ഇറ്റ്. ഇതാ ഒരു സഞ്ചി, ഇതിലെന്തായിരിക്കും? രണ്ടുപേരും കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആദ്യം കണ്ടതൊരു ബാഗാണ്. അപ്പോൾ നമ്മുടെ കിട്ടുമൊയിൽ ചോദിക്കുകയാണ്, എന്താണ് ആ കാണുന്നത്? ആ സഞ്ചിയിൽ എന്തായിരിക്കും? മിന്നു ആൻഡ് കിട്ടു ഓപ്പൺ ദ ബാഗ് ആൻഡ് ലുക്ക്ഡ് ഇൻസൈഡ്. മിന്നുവും കിട്ടുവും കൂടി ആ ബാഗ് തുറന്നു, അതിനുള്ളിൽ എന്താണ് എന്ന് നോക്കാനായിട്ട്. വൗ, ഹാറ്റ്സ്. ഹായ്, തൊപ്പികൾ. അപ്പോൾ അതിനുള്ളിൽ എന്തായിരുന്നു? തൊപ്പികളായിരുന്നു. തലയിൽ വെക്കുന്നതാണ് അല്ലേ തൊപ്പി? ഹൗ മെനി ഇൻസൈഡ്? എത്രയാണ് ഇൻസൈഡ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഉള്ളിലുള്ളത്, അകത്തുള്ളത്. ആ ബാഗിനകത്ത് എത്ര ഹാറ്റ്സ് ആണുള്ളത്? 1 2 3. ഹൗ മെനി ഔട്ട്സൈഡ്? പുറത്ത് എത്രയാണുള്ളത്? 1 2 3 4. 4 തൊപ്പികളാണ് പുറത്തുള്ളത്. കളർ ദീസ് ഹാറ്റ്സ്. തൊപ്പികൾക്ക് കളർ കൊടുക്കണം കേട്ടോ. കുഞ്ഞൻ സ്ക്വിറൽ ആൻഡ് പിങ്കി മങ്കി ടുക്ക് സം ഹാറ്റ്സ് ആൻഡ് ക്ലൈംഡ് അപ്പ്. ഇവർ ആ ബാഗ് തുറന്നപ്പോൾ കുഞ്ഞൻ സ്ക്വിറൽ, അതായത് അണ്ണാനും, പിന്നെ പിങ്കി മങ്കിയും, കുരങ്ങനും, കുറച്ച് തൊപ്പിയെടുത്ത് മുകളിലേക്ക്, മരത്തിന് മുകളിലേക്ക് കയറിപ്പോയി. നോക്കൂ അവരുടെ കയ്യിലൊക്കെ എത്ര ഹാറ്റ്സ് ഉണ്ടെന്ന്. മങ്കിയുടെ കയ്യിൽ എത്രയാണുള്ളത്? 1 2 3. സ്ക്വിറലിൻ്റെ കയ്യിൽ ഒരു തൊപ്പിയാണുള്ളത്. ഹൗ മെനി ഹാറ്റ്സ്? എത്ര തൊപ്പിയാണ്? സ്ക്വിറൽ എത്രയാണ് എടുത്തിട്ടുള്ളത്? അതുപോലെ തന്നെ റാബിറ്റ്, മങ്കി, ഡിയർ, ഓരോരുത്തരും എടുത്തിട്ടുള്ള ഹാറ്റ്സ് എത്രയാണ് എന്ന് എണ്ണി നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് എണ്ണി നോക്കി എല്ലാവരും. എണ്ണി നോക്കാൻ നമുക്ക് നമ്പേഴ്സ് അറിയണം അല്ലേ? നമ്മൾ എത്ര വരെയാണ് പഠിച്ചിട്ടുള്ളത്? 1 2 3 4 5. ഇനിയുള്ളത് 6 7 8 9. കണ്ടില്ലേ? അപ്പോൾ അതുകൂടെ പഠിക്കണം. 5നോട് 1 ആഡ് ചെയ്താൽ എത്രയാണ്? 6. 6നെ കൂടി 1 കൂട്ടിയാൽ 7. 7ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 8. 8ൻ്റെ കൂടെ 1 കൂട്ടിയാലോ? 9. കണ്ടില്ലേ? ഇനി നമുക്ക് എണ്ണി നോക്കാം. സ്ക്വിറൽ എത്ര തൊപ്പിയാണ് എടുത്തത്? 1. റാബിറ്റോ? 2. മങ്കി? 3. ഡിയർ? 1. കണ്ടില്ലേ? എല്ലാവരും എടുത്ത തൊപ്പികളാണ് കാണിച്ചിരിക്കുന്നത്. ഇനി എല്ലാവരും എടുത്തതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. സ്ക്വിറലെടുത്തത് 1 ആണ് അല്ലേ? പിന്നെ റാബിറ്റ് എടുത്ത 2 എണ്ണം കൂടെ കൂട്ടുമ്പോൾ 1 2 3. മങ്കി എടുത്തത് കൂട്ടുമ്പോൾ 4 5 6. പിന്നെ ഡിയർ എടുത്ത ഒന്നുകൂടി കൂട്ടുമ്പോൾ 7. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 7 ഹാറ്റ്സ് ആണ് ഉള്ളത് ആ ബാഗിലുണ്ടായിരുന്നത്.
ഹൗ മെനി ഹാറ്റ്സ് ഇൻ ദ ബാഗ് നൗ? ഇപ്പോൾ ആ ബാഗിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ? തൊപ്പികൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? 7 തൊപ്പികളാണ് ഉണ്ടായിരുന്നത്. അത് 7 പേരും എടുത്തു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നത് എന്താണ്? 0, 0, ഒന്നും ഇല്ല. എത്ര മാങ്ങകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ട്രീ ഇൻ ദ യാർഡ് ഹാഡ് 5 മാംഗോസ്. 5 മാങ്ങയുണ്ട് മുറ്റത്ത് നിൽക്കുന്ന ഒരു മാവിൽ. സ്ക്യൂരൽ ബിറ്റ് ഓഫ് 1. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? ഒരു അണ്ണാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു കഴിച്ചു. ബാക്കി എത്രയാണുള്ളത്? 5 മാംഗോസ് ആണ് ഉണ്ടായിരുന്നത്. 1 പോയാൽ ഇനി എത്രയാണുള്ളത്? 4. ദ വിൻഡ് ഷുക്ക് ഡൗൺ 1. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? കാറ്റ് വന്നപ്പോൾ 1 വീണു. ഇനി ബാക്കി എത്രയാണുള്ളത്? 4 ആയിരുന്നു. അതിൽ നിന്ന് 1 പോയാൽ ഇനി എത്രയാണ്? 3. എ ക്രോ പെക്ഡ് ഓഫ് 1. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? ഒരു കാക്ക വന്ന് കഴിച്ചു ഒരെണ്ണം. ബാക്കി ഇനി എത്രയാണുള്ളത്? 3 ആയിരുന്നു അല്ലേ? 3യിൽ നിന്ന് 1 പോയാൽ ബാക്കി 2. അമ്മു സ്റ്റോൺ ഡൗൺ 1. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? ബാക്കി ഉണ്ടായിരുന്നത് അമ്മു കല്ലെറിഞ്ഞ് വീഴ്ത്തി. അപ്പോൾ ബാക്കി 2 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 1 പോയപ്പോൾ 1. അപ്പു പ്ലക്ഡ് ഓഫ് 1. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? ബാക്കി ലാസ്റ്റ് നിന്നിരുന്ന 1 അപ്പു പൊട്ടിച്ചെടുത്തു. നത്തിങ് ലെഫ്റ്റ് ഓൺ ദ ട്രീ നൗ ആൻഡ് നത്തിങ് യു നോ ഇസ് 0. 5 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഈ 5ഉം എല്ലാവരും എടുത്ത് കഴിച്ചപ്പോൾ ഇനി ബാക്കി ഒന്നുമില്ല. എങ്ങനെയാണ് ആ മാംഗോസ് കുറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം 5 മാങ്ങകളുണ്ടായിരുന്നു. അതിൽ സ്ക്യൂരൽ 1 കഴിച്ചു. നിങ്ങളുടെ ഫിംഗേഴ്സ് ഒന്ന് നിവർത്തി നോക്കി ചെയ്താൽ മതി. 5 മാങ്ങയുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 സ്ക്യൂരൽ കഴിച്ചപ്പോൾ ബാക്കി എത്രയായി? 4 ആയി. കണ്ടില്ലേ? 1, 2, 3, 4. 4 മാങ്ങയായി. ഈ 4ൽ നിന്ന് ഒരെണ്ണം പിന്നെ കാറ്റ് വന്ന് വീഴ്ത്തി ഇല്ലേ? അപ്പോൾ എത്രയായി? 4 മൈനസ് 1. 4 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ നിന്നും 1 എടുത്തു മാറ്റുക. താഴെ വീണു അല്ലേ? ബാക്കി ഇനി മരത്തിൽ 1, 2, 3 മാംഗോസാണ് ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ വന്നത് ആരാണ്? ക്രോ വന്ന് ഒരു മാങ്ങ കഴിച്ചു. അപ്പോൾ ബാക്കി 3 മൈനസ് 1. 3 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 1 കഴിച്ചപ്പോൾ ബാക്കി എത്ര മാങ്ങയായി? 1, 2. 2 മാങ്ങ ബാക്കിയായി. പിന്നെ അമ്മു ഒരെണ്ണം എറിഞ്ഞിട്ടു. അപ്പോൾ 2വിൽ നിന്ന് 1 കൂടി പോയി. അപ്പോൾ 1 ആയി. പിന്നെയോ അമ്മു കല്ലെടുത്തെറിഞ്ഞ ശേഷം ഉണ്ടായിരുന്ന മാങ്ങ അപ്പു വന്ന് പൊട്ടിച്ചു അല്ലേ? അപ്പോൾ 1 ഉണ്ടായിരുന്നതും പോയി. ഇനിയുള്ളത് ഏതാണ്? 0. മാവിൽ ഒരൊറ്റ മാങ്ങ പോലും ഇല്ല. ഓ മൈ ഹെഡ്സ്, എൻ്റെ തൊപ്പികളൊന്നും കാണാനില്ല. കണ്ടില്ലേ? ബാഗിൽ ഒന്നുമില്ല. 0 ആണ്. കണ്ടോ? നോ ഹാറ്റ്സ് ഇൻ ദ ബാഗ് 0. രാമുണ്ണി അങ്കിൾ വാസ് വെരി സാഡ്. തൊപ്പിയൊന്നും കാണാനില്ല. 0 ആണ്. 0 ആണ് അല്ലേ? ഒന്നുമില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ രാമുണ്ണി അങ്കിളിന് വളരെ സങ്കടമായി ഇരിക്കുന്നത് കണ്ടില്ലേ? വളരെ ദുഃഖത്തോടെ ഇങ്ങനെ മരച്ചുവട്ടിലിരിക്കുകയാണ്. ഡ്രോ ആൻഡ് ജോയിൻ. ആദ്യം തന്നെ സ്ക്യൂരൽസ് എത്രയുണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ 5 ഹാറ്റ്സിന് നേരെ ലൈൻ വരയ്ക്കണം. മങ്കീസോ 1, 2, 3, 4, 5, 6, 7. 7 എണ്ണമാണുള്ളത് മങ്കീസ്. റാബിറ്റ്സോ 1, 2, 3, 4, 5, 6. 6 റാബിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ലൈൻ ചെയ്ത് യോജിപ്പിക്കൂ. Pinky gave back 3 hats and Kittu Rabbit gave back 2. How many he has now? ഹാറ്റ് സെല്ലർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ പിങ്കി മങ്കി എന്ത് ചെയ്തു? താഴേക്ക് ഇറങ്ങി വന്ന് ആ മങ്കി എടുത്ത 3 തൊപ്പികളും തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ റാബിറ്റ് എടുത്തിട്ടുള്ള 2 ഹാറ്റ്സും തിരിച്ചു കൊടുത്തു. അപ്പോൾ ടോട്ടൽ എത്രയായി? 3 + 2. അപ്പോൾ ഒന്ന് എണ്ണി നോക്കൂ. കയ്യിലെടുക്കുക. 1, 2, 3, 4, 5. 5 തൊപ്പികളാണ് തിരിച്ച് കൊടുത്തത്. ആഫ്റ്റർ ഗെറ്റിംഗ് ബാക്ക് 1 more hat, how many he has now? 5 and 1 make 6. നേരത്തെ 5 ഹാറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 1 കൂടി തിരിച്ചു കിട്ടി. അപ്പോൾ എത്രയായി? 5 + 1
ഈക്വൽ ടു 6. 6 തൊപ്പികളാണ് ഇപ്പോൾ രാമുണ്ണി അങ്കിളിൻ്റെ കയ്യിലുള്ളത്. Now the number of hats is 6 and 1, which is 7. 7 hats. Now രാമുണ്ണി അങ്കിൾ ഈസ് വെരി ഹാപ്പി. നേരത്തെ 6 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി ആര് കൊടുത്തു? നമ്മുടെ ഡിയർ കൊടുത്തു. കണ്ടില്ലേ കൊടുക്കുന്നത്? ഹിയർ ഈസ് 1 more. ദ 1 I took. ഞാൻ എടുത്ത 1 എന്ന് പറഞ്ഞിട്ട് ഡിയർ കൊടുത്തു. അപ്പോൾ ടോട്ടൽ എത്രയായി? 6 + 1 ഈക്വൽ ടു 7. 7 തൊപ്പികളും രാമുണ്ണി അങ്കിളിന് തിരിച്ചു കിട്ടി. അപ്പോൾ അയാൾ ഹാപ്പിയായി. മിന്നു ആൻഡ് കിട്ടു കണ്ടിന്യൂഡ് ദെയർ വാക്ക്. മിന്നുവും കിട്ടുവും വീണ്ടും നടന്നു തുടങ്ങി. ഹേ വേർ ആർ യു ഓഫ് ടു? ക്യാൻ വി കം ടു? അപ്പോൾ രണ്ടുപേര് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ്? ഞങ്ങളും കൂടി വരട്ടെ? അപ്പോൾ പറയുകയാണ്, വൈ നോട്ട്, കമോൺ, എന്തുകൊണ്ട് വന്നുകൂടാ, നിങ്ങളും വന്നോളൂ എന്ന് പറഞ്ഞ് അവരെ കൂടെ കൂട്ടി. ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ ഒരു ബേർഡുമാണ് ഉള്ളത്. കണ്ടില്ലേ? ദ 4 of them went off together. അങ്ങനെ 4 പേരും നടന്നു തുടങ്ങി. കണ്ടില്ലേ? റാബിറ്റ് ഏറ്റവും പിന്നിലായിട്ടാണ്, പിന്നെ ഡിയറുണ്ട്, ഡിയറിന് മുകളിലാണ് ബേർഡ് ഇരിക്കുന്നത്, ബട്ടർഫ്ലൈ ഇങ്ങനെ ഫ്രണ്ടിൽ പറന്നു പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മിന്നു? പുട്ട് എ ടിക്ക് മാർക്ക്. മിന്നു അനിൻ്റെ മുൻപിലായിട്ട് നടന്നു പോകുന്നത് ആരാണ്? ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. മിന്നുമാനിൻ്റെ ഫ്രണ്ടിൽ പോകുന്നത് ആരാണ്? ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ബട്ടർഫ്ലൈക്ക് ഒരു ടിക്ക് ഇടണം. ഹൂ ഈസ് ബിഹൈൻഡ് മിന്നു? ഡ്രോ എ സ്മൈലി. ബിഹൈൻഡ് പിന്നിൽ നടക്കുന്നത് ആരാണ്? പിന്നിൽ നടക്കുന്നത് നമ്മുടെ കിട്ടുമുയലാണ് അല്ലേ? പിന്നെ നമ്മുടെ ബേർഡ് എവിടെയാണ്? ഡിയറിൻ്റെ മുകളിലാണ്. ബിഹൈൻഡ് നടക്കുന്ന ആൾക്ക് ഒരു സ്മൈലി വരച്ച് ചേർക്കണം. ഓൾ ആർ ഹംഗ്രി. എല്ലാവർക്കും വിശന്നു. ലുക്ക് മാംഗോസ്. ഹൂ വിൽ ക്ലൈംബ് അപ്പ്? ആരാണ് അതൊന്ന് പറിക്കുക? മുകളിൽ കയറി അതൊന്ന് പറിക്കുക. ബട്ടർഫ്ലൈ ആണ് ചോദിക്കുന്നത്. ഐ വിൽ പെക്ക് അറ്റ് ദം. ഞാൻ പറിക്കാമെന്ന് നമ്മുടെ ബേർഡ് പറയാണ്. ലിറ്റിൽ ബേർഡ് ഡിഡ് സോ ആൻഡ് ഓൾ മാംഗോസ് ഫെൽ ഡൗൺ. ചെറിയ പക്ഷി അത് ചെയ്തു, പറിച്ചു, എല്ലാ മാംഗോസും താഴെ വീണു. ഈച്ച് ഓഫ് ദം ate 1. എല്ലാവരും ഓരോന്നെടുത്തു. ഹൗ മെനി ലെഫ്റ്റ്? ഇനി ബാക്കി എത്രയാണുള്ളത്? 5 മാംഗോസാണ് ഉണ്ടായിരുന്നത്. ഇവരെത്ര പേരാണുള്ളത്? 4 പേരാണ് അല്ലേ? അപ്പോൾ 5ൽ നിന്ന് 4 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇനി എത്രയുണ്ട്? 5 ആയിരുന്നു. ഒരാൾ അത് കഴിച്ചു. 4, 3, 2. ഇനി ബാക്കി എത്രയാണുള്ളത്? 1. സേ ഹൗ യു ഫൗണ്ട് ഔട്ട്? എങ്ങനെയാണ് നിങ്ങളത് കണ്ടുപിടിച്ചത്? 5ൽ നിന്നും നമ്മൾ 4 സബ്ട്രാക്റ്റ് ചെയ്തു അല്ലേ? മൈനസ് ചെയ്തു. മാംഗോസ് കൂടുകയാണോ ചെയ്തത്? അല്ല അല്ലേ? കുറഞ്ഞ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ഷൻ ചെയ്യും. കൂടി വരികയാണെങ്കിലോ അഡീഷനാണ് ചെയ്യുന്നത്. കണക്റ്റ് ആൻഡ് കൗണ്ട്. ദ റാബിറ്റ് വാസ് ഹാപ്പി ടു സീ ക്യാരറ്റ് ഓൺ ദ വേ സൈഡ്. വഴിയിൽ ക്യാരറ്റ് കണ്ടപ്പോൾ റാബിറ്റ് ഹാപ്പിയായി. മുയലിൻ്റെ ഇഷ്ടഭക്ഷണമാണ് അല്ലേ ക്യാരറ്റ്? അപ്പോൾ നമ്മുടെ ഡിയർ പറയാണ്, ദ സെയിം നമ്പർ ഫോർ മീ ആൻഡ് മൈ ബ്രദർ. എനിക്കും എൻ്റെ ബ്രദറിനും സെയിം ആയിട്ടുള്ള നമ്പറിലുള്ളത് മതി. കണ്ടില്ലേ? കുറേ കെട്ടുകെട്ടായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സെയിം നമ്പറിലുള്ളത് എത്രയാണുള്ളത്? 1, 2, 3. ആദ്യത്തേത് 3 എണ്ണമാണ്. അതുപോലെ തന്നെയുള്ള സെയിം നമ്പറുള്ളത് ഇനി വേറെ ഉണ്ട് അല്ലേ? ഇതാ മൂന്നാമതിരിക്കുന്ന കെട്ടും 3 എണ്ണമാണ്. അപ്പോൾ ഡിയർ പറഞ്ഞിരിക്കുന്നത് ബ്രദറിനും ഡിയറിനും സെയിം നമ്പർ മതി എന്നാണ്. ഹേ ക്യാരറ്റ്സ് ലെറ്റ്സ് ബൈ സം. റാബിറ്റിന് ക്യാരറ്റ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആൾ കൂടുതൽ എടുത്തിട്ടുണ്ടായിരിക്കും. എത്ര എടുത്തു കാണും? 1, 2, 3, 4, 5, 6, 7. 7 എണ്ണം എടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ സ്ക്വിരൽ പറയാണ്, ഐ നീഡ് ഓൺലി ദ സ്മോൾ ബഞ്ച്. എനിക്ക് ഏറ്റവും ചെറിയ ബഞ്ച് മതി, കെട്ട് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ചെറുത് കുറച്ചുള്ളത് ഏതാണ്? 1, 2. 2 എണ്ണം ഉള്ളതാണ്. ആൻഡ് വാക്ക്ഡ് ആൻഡ് റീച്ച് എ പോണ്ട്. അവരങ്ങനെ നടന്ന് ഒരു കുളത്തിൻ്റെ അടുത്തെത്തി. വൗ സോ ബ്യൂട്ടിഫുൾ.
ലെറ്റ്സ് സ്റ്റോപ്പ് ഫോർ എ വൈൽ. നമുക്കിവിടെ കുറച്ച് നേരം നിൽക്കാം, നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് അവർ അവിടെ നിൽക്കുകയാണ്. വാട്ട് ഓൾ ഡിഡ് ദേ സീ, കൗണ്ട് ആൻഡ് റൈറ്റ്. അവിടെ എന്തൊക്കെയാണ് ആ പോണ്ടിൽ കണ്ടത്, അതൊക്കെ ഒന്ന് എണ്ണി നോക്കണം ചോദിച്ചിട്ടുണ്ട്. ഫ്രോഗ്, ഫിഷ്, ക്രെയിൻ, ഡക്ക്, ടോർട്ടോയിസ് ആൻഡ് ബട്ടർഫ്ലൈ. എന്തൊക്കെയാണുള്ളത്? തവളയുണ്ട്, മീനുണ്ട്, കൊക്ക്, താറാവ്, ആമ, പൂമ്പാറ്റ. വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ്? കളർ ദാറ്റ് ബോക്സ്. ഏത് നമ്പറാണ് ഏറ്റവും കൂടുതലുള്ളത്? അത് കളർ കൊടുക്കണം. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക്, എന്നിട്ട് അതൊന്ന് ഓർഡർ ആക്കി എഴുതണം. ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്, പിന്നെ അതിനേക്കാൾ കൂടുതലുള്ളത് 2, പിന്നെ 3, പിന്നെ 4, പിന്നെ 5, 6, 7, 8, 9. അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രോഗ് 4, ഫിഷ് 6, ക്രെയിൻ 3, ഡക്ക് 2, ടോർട്ടോയിസ് 1, ബട്ടർഫ്ലൈ 5. ഇനി ഓർഡറിൽ എഴുതുകയാണെങ്കിലോ 1, 2, 3, 4, 5, 6. ഏറ്റവും കുറവുള്ളത് ടോർട്ടോയിസും ഏറ്റവും കൂടുതലുള്ളത് ഫിഷുമാണ്. ലിറ്റിൽ ബേർഡ്സ്. ഹൗ മെനി ലിറ്റിൽ ബേർഡ്സ് ആർ ദേസ്? എത്ര ലിറ്റിൽ ബേർഡ്സ് ആണ് അവിടെ ഇരിക്കുന്നത്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8. 8 ലിറ്റിൽ ബേർഡ്സ് ആണ് അവിടെ ഉള്ളത്. ഹിയർ ഈസ് മൈ ലിറ്റിൽ വൺ ആൻഡ് 3 അതേഴ്സ്. അമ്മ പറയുകയാണ്, അതാ എൻ്റെ ചെറിയ കുഞ്ഞ്, ചെറിയ പക്ഷി. കൂടെ 3 പേര് കൂടി ഉണ്ടല്ലോ. നമ്മുടെ ചെറിയ ബേർഡും പിന്നെ 3 പേരും, ബട്ടർഫ്ലൈയും റാബിറ്റും ഡിയറും കൂടി വരുന്നതാണ്. ദ ലിറ്റിൽ ബേർഡ് ഈസ് വിത്ത് ഹെർ മദർ. അങ്ങനെ ലിറ്റിൽ ബേർഡ് അതിൻ്റെ അമ്മയുടെ കൂടെ കൂടി. അപ്പോൾ അമ്മയ്ക്ക് ആദ്യം 8 കുട്ടികളാണ് ഉണ്ടായിരുന്നത്, അല്ലേ? 8 ലിറ്റിൽ ബേർഡ്സ് ആണ് ഉണ്ടായിരുന്നത്. 8 + 1 ഒരെണ്ണം കൂടെ കൂടിയപ്പോൾ ഇപ്പോൾ 9 പേരായി. ആൻഡ് ഓൾ ആർ ഹാപ്പി. എല്ലാവരും ഹാപ്പിയായി. റൈറ്റ് ഇൻ ഓർഡർ 6, 7, 8, 9. ഇപ്പം നമ്മൾ എത്ര വരെ പഠിച്ചു? 1, 2, 3, 4, 5 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, അല്ലേ? ഇപ്പം നമ്മൾ 6, 7, 8, 9 കൂടി പഠിച്ചു. ലുക്ക്, ഹിയർ ഈസ് എ മൊബൈൽ ഫോൺ. അപ്പോൾ നമ്മുടെ റാബിറ്റിന് ഒരു മൊബൈൽ ഫോൺ കിട്ടി. മസ്റ്റ് ബി ദ ഹാറ്റ് സെല്ലേഴ്സ്. അതാ തൊപ്പി വിൽക്കുന്ന ആളുടേതായിരിക്കും എന്ന് നമ്മുടെ ന്യൂ ഡിയർ പറയാണ്. അൺലോക്ക് ദ മൊബൈൽ ഫോൺ. എല്ലാവർക്കും അറിയാം, അല്ലേ? മൊബൈൽ ഫോണിൽ നമ്മൾ നമ്പർ ലോക്കൊക്കെ ചെയ്തു വെച്ചിരിക്കും, അല്ലേ? അപ്പോൾ നമ്പർ ഉണ്ടായിരിക്കും അതിന്. അപ്പോൾ റാബിറ്റ് ആ ഫോൺ തുറക്കാൻ നോക്കി. ഏതൊക്കെ നമ്പറാണ്? 1, 2, 8. 3 നമ്പറാണ് ഡയൽ ചെയ്തത്. അതുപോലെ തന്നെ മങ്കിയോ 1, 2, 3, 5, 7, 8. സ്ക്വിരൽ 3, 5, 7, 8. പാരറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9. They tried numbers, they pressed glowed yellow by. അങ്ങനെ എല്ലാവരും ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ രാമുണ്ണി അങ്ങൾ തിരിച്ചു വന്നു. To unlock my phone, you must press all numbers from 1 to 9. എൻ്റെ ഫോൺ അൺലോക്ക് ചെയ്യാൻ നിങ്ങൾ 1 തുടങ്ങി 9 വരെ പ്രസ് ചെയ്യണം. അപ്പോൾ ഒരാൾ മാത്രം അതിൽ ചെയ്തിരുന്നു, അല്ലേ? ഹു അൺലോക്ക്ഡ് ദ ഫോൺ? ഒന്ന് നോക്കൂ, ആരാണ് 1 മുതൽ 9 വരെ ചെയ്തിട്ടുള്ളത്? പാരറ്റാണ്, അല്ലേ? റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ. ഓർഡറിൽ ആ നമ്പർ എഴുതൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. There is another number on the phone. What is it? വേറൊരു നമ്പറും കൂടി ഫോണിൽ കണ്ടില്ലേ നമ്മൾ? ഏത് നമ്പറായിരുന്നു അത്? 0. Look at the photo. The hat seller got his phone back. See the photo രാമുണ്ണി അങ്കിൾ took. കണ്ടോ? രാമുണ്ണി അങ്കിള് തിരിച്ചു പോകുന്നതിന് മുൻപ് എടുത്ത ഫോട്ടോയാണ്. അവരെല്ലാവരും ഉണ്ട്, അല്ലേ? ഹൗ മെനി ആർ ദർ ഇൻ ദ ഫോട്ടോ? എത്ര പേരാണ് ഫോട്ടോയിലുള്ളത്? ഒന്ന് എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6. 6 പേരാണ് ഉള്ളത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് there are 4 animals with 4 legs. 4 കാലുകളുള്ള 4 മൃഗങ്ങളുണ്ട്. അത് ശരിയാണെങ്കിൽ ട്രൂ,
അത് തെറ്റാണെങ്കിൽ ഫോൾസ്. ഇത് ട്രൂ ആണ് അല്ലേ? 4 പേരാണുള്ളത്. ആരൊക്കെയാണ്? സ്ക്വിരൽ, റാബിറ്റ്, ഡിയർ, മങ്കി. ദോസ് ഹൂ ക്യാൻ ഫ്ലൈ ആർ മോർ. പറക്കുന്നവയാണ് കൂടുതലുള്ളത്. അപ്പോൾ അത് ഫോൾസ് ആണ് അല്ലേ? ബട്ടർഫ്ലൈയും പാരറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഫോൾസ് ആണ്, തെറ്റാണ്. ദ ബട്ടർഫ്ലൈ ആൻഡ് പാരറ്റ് ആർ എബവ് അതേഴ്സ്. പൂമ്പാറ്റയും പാരറ്റുമാണ് മറ്റുള്ളവരുടെ മുകളിലുള്ളത്. എബവ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ എബവ്, മുകളിലുള്ളത്. ട്രൂ ആണ് അല്ലേ? രണ്ടുപേരും മറ്റുള്ളവരുടെ മുകളിലാണ് ഉള്ളത്. അപ്പോൾ someone is hiding in the tree. Join the dots from 1 to 9 in order and color. ഒരാൾ മരത്തിന് പുറകിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. ആളെ കണ്ടെത്താൻ 1 to 9, 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കണം. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് 9 ആണ് അല്ലേ? 9, 8, 7, 6, 5, 4, 3, 2, 1. വലുതിൽ നിന്ന് ചെറുതിലേക്ക് 9, 8, 7, 6, 5, 4, 3, 2, 1 എന്ന ഓർഡറിൽ എഴുതണം. കളർ ഓൾ ദ ഫ്ലവേഴ്സ്. യെല്ലോ ഓർ റെഡ്. ഈ കാണുന്ന ഫ്ലവേഴ്സിന് യെല്ലോ കളറും റെഡ് കളറുമാണ് കൊടുക്കേണ്ടത്. മഞ്ഞ കളറും ചുവപ്പ് കളറും. റെഡ് ഫ്ലവേഴ്സ് മസ്റ്റ് ബി 1 മോർ ദാൻ ദ യെല്ലോ ഫ്ലവേഴ്സ്. യെല്ലോ കളേഴ്സിനേക്കാൾ ഒരു ഫ്ലവർ കൂടുതലായിരിക്കണം റെഡ് ഫ്ലവർ. അപ്പോൾ എത്ര ഫ്ലവറാണ് ഉള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ 5 കളേഴ്സ് റെഡും 4 കളേഴ്സ് യെല്ലോയും കൊടുത്താൽ മതി. അപ്പോൾ റെഡ് കളറ് ഒരെണ്ണം കൂടുതലായിരിക്കും. കളർ കൊടുത്തു നോക്കൂ. ഗിവ് കളർ ടു 4 മാംഗോസ്. 4 മാങ്ങയ്ക്ക് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര മാങ്ങയാണ് തന്നിരിക്കുന്നത്? 1, 2, 3, 4, 5, 6. 6 മാങ്ങകളാണ് തന്നിരിക്കുന്നത്. ഹൗ മെനി ആർ കളേർഡ്. എത്ര എണ്ണം കളർ കൊടുത്തിട്ടുണ്ട്? 4. ഹൗ മെനി കളർലെസ്. നിറം കൊടുക്കാത്തത് 6 ഉണ്ടായിരുന്നു. അതിൽ നിന്നും 4 കളർ കൊടുത്തു. ബാക്കി വരുന്നത് 2 ആണ്. 5 റാബിറ്റ്സ് ഇൻ എ കേജ്. 7 റാബിറ്റ്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? അതിൽ നിന്നും 5 റാബിറ്റ്സിനെ ഒരു കേജിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, കൂട്ടിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കി എത്രയാണുള്ളത്? മെനി ആർ ഇൻസൈഡ്. എത്രയാണ് കേജിലുള്ളത്? 5 ആണ് അല്ലേ? ബാക്കിയുള്ളത് 2 ആണ്. ഹൗ മെനി ഔട്ട്സൈഡ്? 2. എങ്ങനെയാണ്? 7ൽ നിന്ന് 5 പോയാൽ ബാക്കി വരുന്നത് 2. പുട്ട് 2 ബോൾസ് ഇൻ എ ബോക്സ്. 8 ബോൾസ് തന്നിട്ടുണ്ട്. 2 എണ്ണം ബോക്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി ആർ ഇൻസൈഡ്. എത്രയാണ് ഇപ്പോൾ ഉള്ളിലുള്ളത്? ബോക്സിനുള്ളിലുള്ളത് 2 ആണ് അല്ലേ? ഹൗ മെനി ഔട്ട്സൈഡ്. എത്രയാണ് പുറത്തുള്ളത്? 1, 2, 3, 4, 5, 6. 6 എണ്ണമാണ് ഉള്ളത്. പുട്ട് 3 ബട്ടർഫ്ലൈസ് ഇൻ എ സർക്കിൾ. 3 ബട്ടർഫ്ലൈസിനെ ഒരു വട്ടത്തിനുള്ളിലാക്കാൻ, സർക്കിളിനുള്ളിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി ആർ ഇൻസൈഡ്. ഇപ്പോൾ ആ സർക്കിളിനുള്ളിൽ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? 3 ഉണ്ട്. ഹൗ മെനി ഔട്ട്സൈഡ്. എത്രയാണ് പുറത്തുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9 ബട്ടർഫ്ലൈസ് ആണുള്ളത്. അതിൽ 3 എണ്ണം സർക്കിളിന് ഉള്ളിലായി. ഇനി ബാക്കി വരുന്നത് ഔട്ട്സൈഡ്. എത്രയാണ് പുറത്തുള്ളത്? 1, 2, 3, 4, 5, 6. 6 എണ്ണമാണ് പുറത്തുള്ളത്. Okay dears, study well. See you in next class. Thank you.